കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ്സ് അല്ലെങ്കിൽ RCRുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാമിലി കോടതി വിധിയെ കുറിച്ചിട്ടാണ്. അതായത് RCR എന്ന് പറയുമ്പോൾ പിണങ്ങിപ്പോയ ഭാര്യ തിരിച്ച് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരുവാനായിട്ട് ഔദ്യോഗികമായി ഭർത്താവ് ഫയൽ ചെയ്യുന്ന ഒരു പരിപാടിയാണല്ലോ. തിരിച്ച് ഭാര്യയ്ക്കും അത് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇവിടെ സംഭവിച്ചേക്കുന്നത് ഭർത്താവ് എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ മതവിശ്വാസിയാണ്. അപ്പോൾ ക്രിസ്ത്യൻ മതവിശ്വാസിയായ ഈ ഭർത്താവ് കോടതിയിൽ ഭാര്യ സ്വന്തം ഇഷ്ടപ്രകാരം ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണെന്നും തിരിച്ചു വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്രിസ്ത്യൻ RCR ഇന്ത്യൻ ഡിവോഴ്സ് ആക്ട് സെക്ഷൻ 32 പ്രകാരം കുടുംബ കോടതിയിൽ ഫയൽ ചെയ്യുകയും ഭാര്യ തിരിച്ച് വരാത്ത കാരണം കൊണ്ട് ഭർത്താവിന് അനുകൂലമായിട്ട് കുടുംബ കോടതി ഈ പറയുന്ന RCR വിധിക്കുകയും ചെയ്തു. അതിൽ കൃത്യമായി പറഞ്ഞിട്ടുള്ള പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യ നിർബന്ധമായും ഭർത്താവിൻ്റെ വീട്ടിലേക്ക് തിരിച്ച് എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് തിരിച്ച് വരണം എന്ന് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അതിനുശേഷം ഈ വിധി 2025 വന്നിട്ടുള്ളത്. ഒരു കൊല്ലം ഭർത്താവ് വെയിറ്റ് ചെയ്തു. അതിനുശേഷം ആ വിധി എന്ത് ചെയ്യുന്നു, എക്സിക്യൂഷൻ പെറ്റീഷനായിട്ട് ഫയൽ ചെയ്തിട്ട് അതും കോടതി അനുവദിച്ചിട്ടുണ്ട്. ഇനി ഭർത്താവിന് എന്ത് ചെയ്യാം, ഈ ഒരു വിധി വെച്ചുകൊണ്ട് കോടതിയിൽ ഡിവോഴ്സ് കിട്ടുവാനായിട്ട് ഫയൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒറ്റ ഗ്രൗണ്ട് വെച്ചുകൊണ്ട് ഡിവോഴ്സ് ഗ്രാൻഡ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ BNHS 144 ക്ലോസ് 4 പ്രകാരം സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയ ഒരു ഭാര്യ ആയതുകൊണ്ട് 0 അലവൻസ് മാത്രം, അതായത് യാതൊരു വിധത്തിലുള്ള ഇൻ്ററിം മെയിൻ്റനൻസോ പാസ്റ്റ് മെയിൻ്റനൻസോ ഫ്യൂച്ചർ മെയിൻ്റനൻസോ ഒന്നും കൊടുക്കാതെ തന്നെ ഭർത്താവിന് സിമ്പിളായിട്ട് ഈ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യുവാനുമായിട്ടും സാധിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഇത് കേരളത്തിലുള്ള ഒരു കുടുംബ കോടതിയിൽ ഉണ്ടായ ഒരു കേസാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭാര്യ പിണങ്ങിപ്പോയാൽ നിങ്ങൾ അതിന് ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യാതെ RCR ഫയൽ ചെയ്ത് RCR നിങ്ങൾക്ക് അനുകൂലമായി വരികയാണ് എന്നുണ്ടെങ്കിൽ ഡിവോഴ്സിനുള്ള ഒരു ഗ്രൗണ്ടായിട്ടും അതുപോലെ തന്നെ മെയിൻ്റനൻസ് കൊടുക്കാതെ കാര്യങ്ങൾ സോൾവ് ചെയ്യുവാനുമായിട്ടുള്ള ഒരു ബെസ്റ്റ് മെത്തേഡായിട്ടും ഇതിനെ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ RCR എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്ക് മാത്രമല്ല, ഹിന്ദുക്കൾക്ക് സെക്ഷൻ 9 ഹിന്ദു മാരേജ് ആക്ട് പ്രകാരമാണെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യൻസിന് ഇന്ത്യൻ ഡിവോഴ്സ് ആക്ട് സെക്ഷൻ 32 പ്രകാരവും, ഇതുപോലെ തന്നെ മുസ്ലിംസിനാണെങ്കിലും പാഴ്സി വിഭാഗത്തിൽപ്പെടുന്നവരാണെങ്കിലും സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം കല്യാണം കഴിച്ചവർക്കാണെങ്കിലും അവരുടേതായിട്ടുള്ള സെക്ഷൻസ് വെച്ചുകൊണ്ട് RCR ഫയൽ ചെയ്യാം. അനുകൂലമായിട്ടുള്ള ഒരു വിധി സമ്പാദിക്കുവാനും സാധിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.